ഹസന സിയാറ സംഘം നിലവിലെ മഹാനായ ഉമർ ഖാദി തങ്ങളുപ്പാപ്പയുടെ ദർബാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു വാഗമൺ യാത്രയുടെ അവസാനമായിരുന്നു ഈ ഉമർ ഖാദി തങ്ങളുപ്പാപ്പയുടെ ദർബാർ സിയാറ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉമർ ഖാദി തങ്ങളുപ്പാപ്പയുടെ ദർബാർ സിയാറ, അവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരോട് നികുതിക്ക് വേണ്ടി സമരം ചെയ്തതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിരുന്നു മഹാനവറുകൾ. അന്ന് കാലത്ത് നികുതി അടക്കൂല. മഹാനവറുകളുടെ ഓരോ തത്വം എന്തായിരുന്നു? നികുതി അടക്കരുത് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുമായി പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ പലപ്പോഴും കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരനാവുന്ന സയ്യിദ് അലി എന്ന് പറയുന്ന സുഹൃത്ത് മഹാനവറുകൾ അറിയാതെ മഹാനവറുകൾ നികുതി അടക്കൽ പതിവാക്കി. അങ്ങനെ മഹാനവർ അറിയുന്നില്ല, മഹാനവർ നികുതി അടച്ചു പോകുന്നതിന് ഒരു പ്രശ്നം വേണ്ട നിനക്ക്. അങ്ങനെ സയ്യിദ് അലി എന്നുള്ള വ്യക്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. അടുത്ത മാസം മുതൽ വീണ്ടും വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുപ്പാപ്പ നികുതി അടക്കുന്നില്ല. അങ്ങനെ ഈ മഹാനവറുകളെ പോലീസ് ചെങ്ങലിട്ടുകൊണ്ട് ജയിലിൽ അടക്കപ്പെടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചാവക്കാട് ജയിലിൽ അടച്ചു കഴിഞ്ഞ ശേഷം പ്രഭാത സമയമായപ്പോൾ അവിടുന്ന് ചോദിച്ചു, അവിടുത്തെ പാറാവുകാട് ചോദിച്ചു, എനിക്ക് അല്പം വെള്ളം തരാമോ, വുദു എടുക്കാൻ വേണ്ടിയിട്ടാണ്. പാറാവുകാരന് സാധാരണ പോലെ ഒരു 2 മണി 3 മണി സമയമായപ്പോൾ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി ചോദിച്ചല്ലേ, അങ്ങനെ വെള്ളം കൊടുത്തു. അദ്ദേഹം നിസ്കരിച്ചു. പാറാവുകാരന് സാധാരണ പോലെ പോയി അവിടെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുപ്പാപ്പ, അതായത് അവരുടെ കണക്ക് പറയുകയാണെങ്കിൽ വെളിയങ്കോട് ഉമർ എന്നുള്ളവർ ആ ജയിലിനകത്ത് കാണാനില്ല. അങ്ങനെ അവർ ആകെ പരതി കാണാനില്ല. പാറാവുകാരൻ വല്ലാതെ വിഷമത്തിലായി. അദ്ദേഹം നോക്കി എവിടെയെങ്കിലും ഈ ജയിലിന് ഡാമേജ് സംഭവിച്ചിട്ടാണ്, കുത്തിപ്പൊളിച്ച് പോയതാണ്. അപ്പോൾ എവിടെയും ഡാമേജ് സംഭവിച്ചിട്ടില്ല. എന്നാൽ പൂട്ട് തുറന്നു പോയതാണെന്ന് നോക്കുമ്പോൾ അതും സംഭവിച്ചില്ല. ആ നിലയ്ക്ക് മഹാനവറുകൾ ആ ജയിലിൽ ഒന്നും സംഭവിക്കാതെ അവിടുന്ന് രക്ഷപ്പെട്ടു. നേരെ വെളിയങ്കോട്ടേക്ക് തന്നെ വന്നു. അടുത്ത ദിവസം അന്വേഷണക്കാർ നേരെ ഇങ്ങോട്ട് വന്നു. പോലീസുകാർ വന്നു നോക്കുമ്പോൾ പോലീസുകാർ കണ്ടത് വെളിയങ്കോട് ഉമർ ഖാദിയെ ഇന്നലെ ജയിലടക്കപ്പെട്ടവർ ഇന്ന് നേരെ കാണുന്നവരാണ്. ഈ കാണുന്ന വെളിയങ്കോട് എന്ന് പറയുന്ന ഈ സ്ഥലത്തായിരുന്നു മഹാനവറുകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നു. പോലീസുകാർ രണ്ടാമത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സയ്യിദ് അലി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി തന്നെ, അദ്ദേഹത്തിൻ്റെ ദർബാർ പോലെ കാണാം. ആ പോകുന്ന സമയത്ത് മഹാനവറുകൾ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് കൂട്ടുകാരൻ്റെ ഖബറിനെ അടിച്ചു ജസ്റ്റ് തട്ടിക്കൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ജീവിച്ചതാണല്ലോ, ഇപ്പോൾ എന്നെ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയാണ്, ആ സമയത്ത് നിങ്ങൾ സുഖമായി കിടന്നുറങ്ങുകയാണല്ലേ. ആ പറയേണ്ട താമസം ആ ഖബറിനായി ആണ് ഖബർ പൊട്ടിയപ്പോൾ മഹാനവറുകൾ വീണ്ടും ആ ഖബറിലടിച്ചു പറഞ്ഞു, അടങ്ങൂ ഞാൻ പോയി വരാമെന്നുള്ളത്. അന്ന് ആ ഖബർ പൊളിഞ്ഞത് ഇന്നും നമുക്ക് ചെന്നാൽ കാണാം. അതിനുശേഷം ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചു ആ ഖബർ നല്ല ദർബാറാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇതുവരെ ഇപ്പോഴും ആ ഖബർ മാത്രം എന്തായില്ല, സാധാരണ രൂപത്തിലേക്ക് ഒരു മക്ബറ പോലെ ആക്കാൻ കഴിഞ്ഞിട്ടില്ല കൂട്ടുകാരൻ്റേത്. മഹാനവറുകൾ വലിയ കറാമത്തിൻ്റെ നിറകുടമായിരുന്നു. മഹാനവറുകളുടെ പ്രിയ കൂട്ടുകാരനായ ബൈത്താൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ മറ്റൊരു സുഹൃത്ത്, ആ ബൈത്താൻ മുസ്ലിയാറും ഇദ്ദേഹവും കൂടെ ഒരേ സമയത്ത് ഒരേ പ്രായക്കാരായിരുന്നു. അങ്ങനെ മഹാനവർക്ക് ദുആന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അത് വലിയ ഒരു കറാമത്തായത് മഹാൻ. എന്ത് ദുആയിരുന്നാലും പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. ചാവക്കാട് ഭാഗത്ത് മഴക്ക് വല്ലാതെ ക്ഷാമം വന്നപ്പോൾ, നമ്മളിപ്പോൾ വന്ന വഴി ചാവക്കാട് വഴിയാണ്, മഴക്ക് വല്ലാതെ ക്ഷാമം വന്നപ്പോൾ മഹാനവറുകളെ കൊണ്ടുപോയി അങ്ങോട്ട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പോയി ദുആ ചെയ്തു. തിരിച്ചു പോന്നപ്പോഴേക്കും ചാവക്കാട് നല്ല ഘോരമായ മഴ പെയ്തു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. പക്ഷേ എവിടെയൊക്കെ ദുആ ചെയ്യാൻ പോയാലും മഹാനവറുകൾ എന്ത് ചെയ്യുമായിരുന്നു? അവിടുന്ന് ക്യാഷ് വാങ്ങുമായിരുന്നു. ദുആ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ക്യാഷ് വാങ്ങുമ്പോൾ മഹാനവറുകൾ പറയുന്ന കാരണം എന്താ? എനിക്ക് പള്ളി പണിയാനാണെന്ന് പറയാം. കാരണം പറയുന്നത് പള്ളി പണിയാനാണ്. അങ്ങനെ ഇത് കേട്ട ബൈത്താൻ മുസ്ലിയാർ, ഞാൻ പറഞ്ഞ മറ്റൊരു സുഹൃത്താണ് ബൈത്താൻ മുസ്ലിയാർ, ഇവർ 2 പേരുടെയും ഷെയ്ഖാവുന്ന മമ്പുറം തങ്ങളുപ്പാപ്പയോട് പോയി പറഞ്ഞു, നമ്മുടെ ഉമർ ഖാദി ഇങ്ങനെ എല്ലാവരൊക്കെയും ദുആർക്കും ഇജാബത്ത് കിട്ടും, പക്ഷേ എന്താവും പൈസ വാങ്ങുന്നുണ്ട്. ഒരു വിഷമം പറഞ്ഞു, ഒരു തെറ്റിദ്ധാരണ രൂപത്തിൽ, കാരണം പൈസ വാങ്ങുന്നുണ്ട്, പള്ളി പണിയുന്നത് കാണുന്നില്ല. ഇതായിരുന്നു ബൈത്താൻ മുസ്ലിയാരുടെ പ്രശ്നം. അങ്ങനെ ബൈത്താൻ മുസ്ലിയാരോട് മഹാനായ മമ്പുറം തങ്ങളുപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ അടുത്ത വർഷം ഹജ്ജിന് പോകണം. അങ്ങനെ ഹജ്ജിന് പോകണമെന്ന് മാത്രമല്ല, പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന സ്ഥലങ്ങളെല്ലാം സിയാറ ചെയ്യണം എന്ന് പറഞ്ഞു.
കൂട്ടത്തിൽ പറഞ്ഞതായിരുന്നു തോയിഫ് എന്ന് പറയുന്ന സ്ഥലം. ഉംറക്ക് പോയവർക്ക് എല്ലാവർക്കും അറിയാം. ആ തോയിഫിൽ മസ്ജിദുൽ ഹുനൂദ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ നിർമ്മിച്ച, ഉമർ ഖാലിദ് തങ്ങൾ പാപ്പ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്ന പള്ളി ഇന്നവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ബൈത്താൻ മുസ്ലിയാർ ഹജ്ജിന് പോയി, ഹജ്ജെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് മമ്പുറം തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ ഓരോ സ്ഥലങ്ങളും സന്ദർശിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ പലയിടങ്ങളിലും ചില പള്ളികൾ റിനോവേഷൻ നടക്കുന്നുണ്ട്, ചില പള്ളികൾ പുതുതായി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പള്ളി എടുക്കുന്നത് ഇന്ത്യക്കാരനായ ഉമർ എന്നുള്ളൊരു വ്യക്തിയാണ്. ബൈത്താൻ മുസ്ലിയാർ ആകെ ഷോക്കായി. ഉമർ എന്നുള്ള വ്യക്തിയാണ് എടുക്കുന്നത് പറഞ്ഞപ്പോൾ അവർ പറയാണ്, അതിൻ്റെ മുമ്പുള്ള രണ്ടാഴ്ച മുമ്പ് എന്തായിരുന്നു, ഈ ജോലിക്കാർ പറയാ, 2 ആഴ്ച മുമ്പ് ഇവിടെ നിന്ന് ക്യാഷ് തന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്കുള്ള ക്യാഷ് എന്ന് ഈ ഉമർ എന്നുള്ള ഇന്ത്യക്കാരൻ പോയിട്ടേ ഉള്ളൂ എന്ന്. ആ 2 ആഴ്ച മുമ്പ് ബൈത്താൻ മുസ്ലിയാർ ഈ വെളിയങ്കോട് ഉമർ ഖാലിദ് തങ്ങൾ പാപ്പാൻ്റെ കൂടെ ഈ വെളിയങ്കോടിൽ എന്തുണ്ട് ജുമാക്ക് പങ്കെടുത്തിട്ടുണ്ട്. അതാണ് ഔലിയാക്കൾക്ക് 7 ശരീരം ഉണ്ടാവും. കേട്ടില്ലേ നിങ്ങൾ? അതായത് ആ 2 ആഴ്ച മുമ്പ് ഇവിടെ ബൈത്താൻ മുസ്ലിയാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഉമർ ഖാലിദ് തങ്ങൾ പാപ്പയുടെ കൂടെ ജുമാക്കും പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഈ സൗദി അറേബ്യയിൽ പള്ളി പണിയുന്ന ആ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തെന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ അപ്പം തന്നെ ബൈത്താൻ മുസ്ലിയാർക്ക് എന്ത് മനസ്സിലായി, എൻ്റെ കൂട്ടുകാരൻ്റെ നിസ്സാരണക്കാരനല്ല. തിരിച്ചു വന്നു, നേരെ പോയി മമ്പറം തങ്ങൾ പാപ്പാനടുത്തേക്ക്. മമ്പറം തങ്ങൾ പാപ്പ ചോദിച്ചു, കണ്ടവണ്ണ ബൈത്താനെ എൻ്റെ മേലുള്ള ശൈത്താനൊക്കെ ഇറങ്ങിപ്പോയില്ലേന്ന്. മനസ്സിലായില്ലേ? ഇനി ഒരുപാട് പറയാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പറഞ്ഞു കൊണ്ടുവന്നത് വലിയ ദുആ ഇജാബത്തുള്ളതാണ്. എല്ലാത്തിനും ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. മഹാനവരെ കുറിച്ച് പറയുന്നത് അറിയോ, നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ എന്താണ് ആ മുതലിൻ്റെ കനം എന്ന് മനസ്സിലായാലാണ്. സിയാറത്ത് അവിടെ ഇഷ്ടംപോലെ മക്ബറുണ്ട്. അതിന് എന്തുകൊണ്ട് വെളിയങ്കോട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. മഹാനായ വെളിയങ്കോട് ഉമർ ഖാലിദ് തങ്ങൾ പാപ്പ വലിയ ആശിഖുർ റസൂലായിരുന്നു. മഹാനവർ മദീനയിലേക്ക് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിയായ മഹബത്ത് കൊണ്ട് പരിശുദ്ധമായ ഉംറ ചെയ്തു. പരിശുദ്ധ മദീനയിലെത്തി ഹബീബായ തങ്ങൾ പാപ്പയോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, തങ്ങളെ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് തങ്ങളെ ചാരത്ത് വരെ ഞാൻ വന്നിട്ടുണ്ട്, പാവം ഈ ഉമറിനൊന്ന് കാണണമെന്ന് വല്ലാതെ വിഷമം അറിയിച്ചു. മഹാനായ ഉമർ ഖാലിദ് തങ്ങൾ പാപ്പ വേദനയോടെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ആ ഒരു യക്കളത്തിലൂടെ തങ്ങളുപ്പാപ്പയുടെ കൈ ആ ദർബാറിൽ പുറത്തേക്ക് വന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. മഹാനായ ഉമർ ഖാലിദ് തങ്ങളുപ്പാപ്പ അതെടുത്ത് മുസാഫഹത്ത് ചെയ്തു എന്ന്. അല്ല, മറ്റൊരിടത്ത് ഇങ്ങനെയും കാണാം, അകത്തേക്ക് പോകാനും കഴിയാത്ത രൂപത്തിൽ ഇന്ന് അവിടെ ബന്ധപ്പെട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ തുറക്കപ്പെട്ടു, ഉമർ ഖാലിദ് തങ്ങളുപ്പാപ്പ ചെന്നു സിയാറത്ത് ചെയ്തു എന്നുള്ളതൊക്കെ. ചുരുക്കി പറഞ്ഞാൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്രക്കും വലിയ ഇഷ്ടപ്പെട്ട, തങ്ങളെ അതിയായ മഹബത്ത് വെക്കുന്ന ഒരാളും കൂടെയായിരുന്നു മഹാനായ ഉമർ ഖാലിദ് തങ്ങൾ പാപ്പ. അങ്ങനെയുള്ള വലിയ മഹാന്റെ ദർബാറിൽ വരുമ്പോൾ ഇവിടുന്ന് ദുആ ചെയ്ത ദുആഇന് ഇജാബത്ത് 100% ഉറപ്പാണ്. കാരണം അവർ ഹബീബിനോട് മഹബത്ത് വെച്ചവരാണ്. ഹബീബാണെങ്കിലോ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരാണ്. സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മക്കയും മദീന കണ്ട് കണ്ണുകൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അങ്ങ് ദിക്ക് മക്കയും മദീന കണ്ട് കണ്ണുകൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. കാവനൂർ ജൈത്രയാത്ര തുടരുമേ ഹസന ഹോളിഡേയ്സ്, സിയാറത്ത് ആൻഡ് ടൂർ സർവീസ്.